എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു 5 കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഒന്ന്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എത്ര മനോഹരമാണ് അല്ലേ. ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുക എന്ന് പറയണത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇടപഴകാൻ സാധിക്കുന്നു, എന്തൊക്കെ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ആകാശവും ഭൂമിയും ഒക്കെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ ഈ ജീവിതം കിട്ടിയതിന് ആദ്യം തന്നെ നന്ദി പറയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിനോട്, പ്രപഞ്ചത്തിനോട് നന്ദി പറയാൻ നമ്മൾ ശ്രമിക്കണം അല്ലേ. ജീവിതത്തിൽ ഒരുപാട് കഴിവില്ലാത്ത മനുഷ്യരാരുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ പാലിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ 5 കാര്യങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരവർക്ക് കഴിവുകളിൽ വിശ്വസിക്കുക. ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും അല്ലേ. കഴിവില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പം സംസാരിക്കാൻ പറ്റണ ഒരു കഴിവാണ് ഞാൻ എൻ്റെ ജോലിയാക്കി മാറ്റിയത്, കൗൺസിലിംഗ്. അപ്പോൾ സംസാരിക്കാൻ പറ്റണതും എൻ്റെ ഒരു കഴിവാണെന്ന് ഞാൻ സ്വയം അങ്ങോട്ട് വിശ്വസിച്ചു. കാരണം അതും എൻ്റെ ജോബായിട്ട്, സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ജോലിയായിട്ട് മാറ്റി. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരുപാട് വലിയ ആർട്ടിസ്റ്റ് ആവാനോ, ചിലപ്പോൾ ഡാൻസർ ആവാനോ, ചിലപ്പോൾ നമുക്കൊരു അഭിനയം കാഴ്ചവെക്കാനോ ഒന്നും ചിലപ്പോൾ സാധിക്കണമെന്നില്ല. പക്ഷെ അവനവൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു കഴിവുകൾ ഉണ്ടാവും, ഇങ്ങനെ കോർത്തിണക്കി വെച്ചിരിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ചില കഴിവുകൾ. അപ്പോൾ ഒരാൾക്കും ഒരു കഴിവും ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പം അവനവൻ്റെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ചെയ്യണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ ചെയ്യാം. അതിങ്ങനെ മാറ്റിവെച്ച് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ ചെയ്യാൻ വിചാരിക്കുന്ന മനോഹരമായ കാര്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്കൊരു മിഠായി തിന്നണം തോന്നണം, അത് അപ്പം തന്നെ മേടിച്ചങ്ങോട്ട് തിന്നാം. അപ്പോൾ ചെയ്യണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ കുഞ്ഞായാലും വലുതായാലും അത് അപ്പം തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം, ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുക. അപ്പം ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ടാവും, കയ്പേറിയതുണ്ടാവും, മധുരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും, ചില പ്രശ്നങ്ങളുടെ കൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അപ്പോൾ നമ്മുടെ പല ജീവിതങ്ങൾ പല തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പം ഇത്ര അനുഭവങ്ങളൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ എടുക്കുക. നല്ലത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സമയം കടന്നു പോകുമെന്ന് പറയുന്നത് പോലെ ഓരോ സമയം നമ്മുടെ ഏത് കയ്പേറിയ അനുഭവങ്ങളാണെങ്കിലും അതും നമ്മൾ കടന്ന് മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. അപ്പോൾ ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നല്ലൊരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. 4, നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. അതായത് ജീവിതത്തിൽ എപ്പോഴും സുഖകരമായ യാത്രയാവില്ല, വളവും തിരിവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ തിരിവുകളിൽ നിന്നൊക്കെ നമ്മൾ ആ പരാജയങ്ങളൊക്കെ നേരിടുമ്പോഴത്തേനും ആത്മഹത്യയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ നമ്മൾ ഓടിപ്പോവലോ അല്ലെങ്കിൽ മറഞ്ഞിരിക്കലോ ഒന്നും അല്ല അതിൻ്റെ ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്. അതിനെ നേരിടുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്ത് കാര്യത്തിനും പരീക്ഷയിൽ തോൽക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരാജയങ്ങളല്ല, ഇപ്പം തോൽവി എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിന്റെ ഒരു പടിയൊന്നുമല്ല അല്ലെ. അത് ഇനിയും ഒരുപാട് ചവിട്ടുപടികൾ കയറി മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. അപ്പൊ പരാജയം കൊണ്ട് നമ്മളൊരു പരീക്ഷയിൽ തോറ്റു എന്നത് കരുതി ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല അല്ലെ. ജീവിതം അതൊന്നുമല്ല എന്നുള്ളത് പഠിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം പരാജയങ്ങളിൽ നിന്ന് തോൽക്കാനല്ല, അടുത്ത എക്സാം എഴുതി വീണ്ടും പാസ്സാവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരിക്കലും നമുക്ക് എന്താ പറയുക, ഇന്നതിൽ തന്നെ എത്താൻ, ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക, പെണ്ണ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുക, അങ്ങനെ നിരവധി ആത്മഹത്യകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഈ പരാജയങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലാത്തതിന്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ മനുഷ്യൻ പഠിക്കേണ്ടത്, നമ്മളെപ്പോഴും പണ്ടും ചെറുപ്പത്തിലും നമ്മൾ എത്രയോ പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട്, എത്രയോ വീണിട്ടാണ് നമ്മൾ എഴുതേക്കാൻ പഠിക്കുന്നത് അല്ലേ. എത്രയോ എഴുതാൻ നമ്മൾ കടലാസ് പെൻസിൽ വെച്ച് എത്ര എഴുതി നോക്കിയിട്ടാണ് നമുക്കൊന്ന് മനോഹരമായിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പം എല്ലാത്തിലും ഉണ്ട് ഒരു പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ പരാജയങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളെ ജീവിതം അവസാനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റണം, ഉയർത്തെഴുന്നേക്കാൻ പഠിക്കണം എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ജീവിതം
നമ്മുടെയാണ് അല്ലേ. ആസ്വദിക്കാൻ സാധിക്കുക, ഓരോ നിമിഷവും ആസ്വദിക്കാൻ സാധിക്കണം. ഒരു നിമിഷം കഴിഞ്ഞാൽ ആ നിമിഷം അടുത്ത നിമിഷം കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് വിചാരിക്കുന്നത് ഈ നിമിഷം എന്താണോ അത് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിലൊരുപാട് വിഷമങ്ങൾ ആലോചിച്ചിരുന്ന്, ഒരു ടെൻഷൻ ആലോചിച്ചിരുന്ന് ഈ ദിവസം പോയി അടുത്ത ദിവസം പോയി അല്ലേ, നമുക്ക് ഒത്തിരി അങ്ങനെ ദിവസങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതായി തീരുക ചെയ്യുക. അപ്പം നിമിഷങ്ങൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം, ആ നിമിഷത്തെ അത് ആസ്വദിക്കാൻ പറ്റണം. അത് വേദനയാണെങ്കിലും അത് ആസ്വദിക്കാൻ പറ്റണം, സന്തോഷമാണെങ്കിലും ആസ്വദിക്കാൻ സാധിക്കണം. ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ആ നിമിഷം നമുക്ക് വേണ്ടിയുള്ളതാണ്, അത് വിലപ്പെട്ടതാണ്. അത് നമ്മൾ കളയാതെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ വാശി, വൈരാഗ്യം, അഹങ്കാരം, ദേഷ്യം, ഇതൊക്കെ നമ്മൾ കുഞ്ഞായിട്ട് മെല്ലെ മെല്ലെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. കാരണം നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അതൊന്നും നമുക്ക് വേണ്ട. നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട്, നല്ലത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നോക്കൂ. ജീവിതം നിങ്ങളുടെ കൂടെ ഭാഗ്യമായി ലോകവും ദൈവവും എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഈ 5 കാര്യങ്ങളൊന്ന് ആലോചിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോയി നോക്കൂ. നിങ്ങൾക്ക് നല്ല തരത്തിലുള്ള ഒരു ജീവിതാനുഭവം തന്നെ മുന്നിലുണ്ടാവും. ജീവിതം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ലോകവും നിങ്ങളോടൊപ്പം തന്നെ സഞ്ചരിക്കും. താങ്ക് യു സോ മച്ച്.